വാർത്തകൾ. ഇറാൻ ഡ്രോൺ ആക്രമണം, കുവൈറ്റ് വിമാനത്താവളത്തിൽ തീപിടുത്തം, ആളപായമില്ല. ടെഹ്റാൻ. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ട്. തീപിടുത്തമുണ്ടായെങ്കിലും ആളപായമില്ലെന്ന് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. അടിയന്തര നടപടികൾ ഉടൻ സ്വീകരിക്കുകയും അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. അതേസമയം കിഴക്കൻ പ്രവിശ്യയിലേക്ക് വന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഫലപ്രദമായി തടഞ്ഞതായി സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം തുടരുന്നതിനിടെ ഇസ്രായേലിലെ പലയിടങ്ങളിലും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. യുഎസുമായുള്ള ചർച്ചകൾ ഇറാൻ സർക്കാർ തള്ളിയെങ്കിലും നയതന്ത്ര തലത്തിൽ നീക്കങ്ങൾ നടക്കുന്നുവെന്ന സൂചനകളുണ്ട്. യുഎസുമായി ചർച്ച നടന്നെന്ന പ്രചരണം എണ്ണ ഓഹരി വിപണികളെ സ്വാധീനിക്കാനുള്ള വ്യാജ വാർത്തയാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഖാലിഖാഫ് പ്രതികരിച്ചു. അദ്ദേഹമാണ് ചർച്ചയിൽ ഇറാന്റെ പ്രതിനിധി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോട്. സർപ്രൈസ് നീക്കങ്ങളുമായി കെപിസിസി. കോഴിക്കോട് യുഡിഎഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശക്തി പകരാൻ രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോടെത്തും. കടപ്പുറത്ത് നടക്കുന്ന പ്രചരണ റാലിയിലും പൊതുസമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാന യുഡിഎഫ് ലീഗ് നേതാക്കളും സ്ഥാനാർത്ഥികളും വേദിയിൽ അദ്ദേഹത്തോടൊപ്പം അണിനിരക്കും. അദ്ദേഹത്തിന്റെ വരവിനോടനുബന്ധിച്ച് ചില സർപ്രൈസ് പരിപാടികൾ ഒരുക്കിയിട്ടുണ്ടെന്ന സൂചനകളും കെപിസിസി നൽകിയിട്ടുണ്ട്. പൊതുസമ്മേളനത്തിന് ശേഷം നടക്കുന്ന നേതൃയോഗത്തിൽ കെ.സി. വേണുഗോപാൽ, സണ്ണി ജോസഫ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. കൂടാതെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ പ്രചരണ രംഗത്ത് സജീവമാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങൾ, വിപണിയിൽ ആശ്വാസ സൂചനകൾ. സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാന് മുന്നിൽ 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാൻ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാടിലാണ് ഇപ്പോഴെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും യുഎസുമായി നേരിട്ട് ചർച്ച നടത്താനില്ലെന്ന നിലപാട് ഇറാൻ തുടരുന്നു. ട്രംപിന്റെ സമാധാന നീക്കങ്ങൾക്ക് പിന്നാലെ ആഗോള സാമ്പത്തിക രംഗത്ത് പോസിറ്റീവ് പ്രതിഫലനങ്ങൾ കാണപ്പെടുന്നു. ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞതോടെ ഓഹരി വിപണികൾ കരകയറ്റത്തിന്റെ സൂചനകൾ പ്രകടിപ്പിച്ചു. ഇന്ത്യയിൽ ഗിഫ്റ്റ് നിഫ്റ്റി രാവിലെ 700 പോയിന്റിലധികം ഉയർന്നു. അതേസമയം എണ്ണവില കുറഞ്ഞതോടെ സ്വർണ്ണവില വീണ്ടും ഉയരത്തിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം 1 പവൻ സ്വർണ്ണവില 1 ലക്ഷം രൂപയ്ക്ക് താഴെ എത്തിയെങ്കിലും പിന്നീട് ലക്ഷപ്രഭു എന്ന നില വീണ്ടും സ്വന്തമാക്കി. ഇന്നും വില ഉയരുമെന്നാണ് സൂചന. വട്ടവട ചെക്ക് ഡാം NGT ഇടപെടലിനെതിരെ സുപ്രീം കോടതിയിൽ കേരളം. ന്യൂഡൽഹി. ഇടുക്കി ജില്ലയിലെ വട്ടവടയിലെ ചിലന്തിയ ചെക്ക് ഡാം നിർമ്മാണത്തിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇടപെടുന്നതിനെതിരെ കേരളം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയെ സമീപിച്ചു. അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങളിൽ ഇടപെടാൻ NGTക്ക് അധികാരമില്ലെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. വട്ടവട പഞ്ചായത്തിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാനാണ് ചെക്ക് ഡാം നിർമ്മാണം ലക്ഷ്യമിടുന്നതെന്നും കേരളം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വ്യക്തമാക്കുന്നു. RCBക്ക് പുതിയ ഉടമകൾ, റെക്കോർഡ് തുകയ്ക്ക് വിൽപ്പന. ന്യൂഡൽഹി. പുതിയ സീസൺ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു പുതിയ ഉടമകൾ. ആദിത്യ ബിർള ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യം RCBയുടെ മുഴുവൻ ഓഹരികളും $178 കോടി വിലയ്ക്ക് സ്വന്തമാക്കി. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ ടീം വിൽപ്പനകളിലൊന്നായ ഇത് 2021 സഞ്ജീവ് ഗോംഗയുടെ RPSG ഗ്രൂപ്പ് ലക്നൗ സൂപ്പർ ഗ്രിംസിനെ 7090 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ ഇടപാടിനെ മറികടക്കുന്ന വലിയ ഇടപാടായി മാറി. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.